ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അത്തമാണ്. ഞങ്ങൾ അത്തത്തിന് വേണ്ടി ചെറിയൊരു ഒരുക്കത്തിലാണ് കേട്ടോ. അതിൻ്റെ മേക്കപ്പൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ശ്രുതിയിലെ ചേച്ചിയുണ്ട്, ഗീത ടീച്ചറുണ്ട്, ശ്രുതിയുണ്ട്, ലതയുണ്ട്, ചേട്ടനുണ്ട്, സൗമ്യയുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു അത്തത്തിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. അത്തപ്പൂ ഇടൽ, പൂ പറിക്കാൻ പോകൽ, ചെറിയ ചെറിയ ഡാൻസുകൾ, ചെറിയൊരു ചെറിയൊരു ഗെയിം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണീട്ടുകളി അങ്ങനെയൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ചേർക്കുക ബക്കറ്റിൽ മാറ്റി എടുത്ത് തന്നെ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ അത്തത്തിൻ്റെ തറ കെട്ടുക കേട്ടോ. ഇതാ തറ മണ്ണ് കൊണ്ടിട്ടു, തറയെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി മഴ മാറി നിന്നു കേട്ടോ. ഇപ്പം മഴയില്ല. പൂ പറിക്കാൻ വേണ്ടി ഇറങ്ങുക. നമ്മുടെ താഴെയുള്ള റോഡിന് പറമ്പിലൊക്കെയാണ് നമ്മൾ പൂ പറിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പൂ പറിച്ചിരിക്കുക കേട്ടോ. എല്ലാവരും ഉണ്ട്. അവരൊക്കെ പുറത്ത് വരുന്നുണ്ടോ. പിന്നെ പൂവൊക്കെ പറിച്ച് കൊണ്ടുപോയി ശേഷം വേണ്ടി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൂ പറിച്ചെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് പൂ നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പൂക്കട പൂക്കട്ടയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും പൂ പറിക്കുകയാണ്. ഇതൊക്കെ റോഡ് സൈഡിൽ വീടുകളുണ്ട്. അപ്പം അവർ ഈ റോഡ് സൈഡിൽ നട്ടിട്ടുള്ള പൂവല്ല, റോഡ് സൈഡിൽ പിന്നെ വീട്ടിലൊക്കെ എൻ്റെ ദേശീയ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കൂടി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടെയാണ് പൂ പറിച്ചുകൊണ്ടിരിക്കുന്നത്. പൂവൊക്കെ പറിച്ച് കൂടാൻ വേണ്ടിയിട്ട് നല്ലൊരു ചെറിയൊരു കൊള്ളിട്ട് പോലത്തെ ഒരു പൂ കിട്ടിയിട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊരു നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വളരെ വളരെ ഭയങ്കരമായ സന്തോഷമായിരുന്നു. ഇനി ഞങ്ങൾക്ക് ചേട്ടനെ ഊഞ്ഞാലൊക്കെ കിട്ടി തന്നിട്ടുണ്ട്. സഗരി ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി. പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയ ലഹരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം. ലയനം ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി.
പുത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. കൂട്ടുകാരെ, നമ്മൾ പൂവൊക്കെ പറിച്ചിതാ കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് പൂവെല്ലാം ഒരുക്കിയതിന് ശേഷം വേണം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി വന്നതിന് ശേഷമാണ് നമ്മൾ പൂവൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മൾ അത്ത ഇടാൻ തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അവരൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. ഞാൻ മുന്നിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. ലതയ്ക്ക് ഇതാ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വരുന്നുണ്ട്. അപ്പം മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ലൊരു ക്ലിയറൊന്നുമില്ല, വെളിച്ചമില്ല, മഴയുണ്ട്, അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ പൂവൊക്കെ ഒരുക്കുക കേട്ടോ. പൂ ഒരുക്കിയിട്ട് വേണം നമ്മൾ പൂടാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ടീച്ചറിനോട് ആദ്യം തന്നെ ഇട്ടോളാൻ പറഞ്ഞ്. അപ്പോൾ ടീച്ചർ പൂടാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ടീച്ചറാണ് ആദ്യം തന്നെ പൂട്ടത്. അപ്പോൾ അതാ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പൂ ഒരുക്കി ഇടാൻ തുടങ്ങിയില്ല, പൂ ഒരുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരാണ് ഈ പെട്ടെന്ന് എണീറ്റ് പോകുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഓരോരുത്തർ എണീക്കുന്നത്. എന്നാലും ഞങ്ങളെല്ലാം പൂ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പൂ ഇടണം. അപ്പോൾ അതാ പൂടാൻ തുടങ്ങി. ടീച്ചർ ഫസ്റ്റ് പൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വെക്കുന്നത് തുളസിയാണ്. പിന്നെ നമ്മൾ വെക്കുന്നത് വെള്ളപ്പൂവാട്ടോ വെക്കുന്നത്. വെള്ളം നമുക്ക് തുമ്പ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ജമന്തിപ്പൂ, വെള്ള ജമന്തി ആട്ടോ ഫസ്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മൊത്തത്തിൽ തറ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്തമാണെങ്കിൽ നമ്മൾ സ്വന്തം എല്ലാവരും വീട്ടിലിങ്ങനെ പൂവൊക്കെ ഇടലേ ഉള്ളൂ. ഇങ്ങനെ ഒരു ആഘോഷങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ അല്ല. ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിലാട്ടോ. നമ്മൾ ഇതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ചേട്ടനാണ് ഞങ്ങൾക്ക് ഇന്നലെ പണിക്കാരെ കൊണ്ടുവന്നിട്ട് തെങ്ങിലൊക്കെ കയറിയിട്ട് നമുക്ക് ഊഞ്ഞാൽ കെട്ടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തെങ്ങിൽ കയറിയിട്ട് നമുക്ക് കയറൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഊഞ്ഞാലൊക്കെ ഞങ്ങൾ ഇന്നലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാട്ടോ ഞങ്ങളിന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൂ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു 2 ചുവട് വെച്ചു. അപ്പം അത്തപ്പൂവിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു 2 ചുവട് വെക്കുന്നതാണ് കാണുന്നത്. പിന്നീട് നമ്മൾ ചെറിയൊരു ഡാൻസ് ആട്ടോ ചെയ്തത്. നീ വരൂ പൊന്നോട തുമ്പി, പൂവിളി പൊന്നോടമായി. നീ വരൂ പൊന്നോട തുമ്പി. ഈ പൂവിളിയിൽ മുഖം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോടമായി. നീ വരൂ പൊന്നോട തുമ്പി. കൊണ്ട് പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാകും പാടം. പൊന്നിൻ ചിങ്ങത്തിൽ
ചെന്നാലത്തം ചിത്തിര ചോദി ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റത്തോറും നീ വരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ മുഖം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ പാകം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോലത്തുമ്പി മാരിവിൽ മാലപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നപ്പൂമാലയിൽ പമ്പാതീരത്തിൽ അപ്പോൾ നമ്മൾ മനോഹരമായ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ കണ്ണുകെട്ടിക്കളി കളിക്കുക കേട്ടോ. സുബിൻ്റെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. സുബി വേണം നമ്മളെ തൊടാൻ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഈ സുബി തൊടാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകെ വരിക കേട്ടോ. പിന്നെ ഈ കളിയൊക്കെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അറിയിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അതാ സുബിനെ ചേച്ചിനെ സുബി പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആളുടെ കണ്ണ് കെട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചേച്ചീൻ്റെ കണ്ണ് കെട്ടി. ഇനി ചേച്ചിയാണ് നമ്മളെ പിടിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോഴുള്ളവർക്കൊന്നും ഈ കളി എന്താണെന്നുള്ള അറിയത്തില്ല. പണ്ടുള്ള കളികളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇനി ലതേൻ്റെ കണ്ണാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും തൊടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് എല്ലാവർക്കും ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് പിന്നീട് ഇനി എൻ്റെ കണ്ണാണ് കെട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാവരും തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ കൂട്ടുകാരെ നമ്മളൊക്കെ പണ്ട് കാലത്ത് ഊഞ്ഞാലാടിയതാണ് പിന്നെ നമ്മൾ ഊഞ്ഞാലുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഊഞ്ഞാലൊക്കെ ഇട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഉണ്ടല്ലോ ആ പഴമയിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്തത്തിലെ ആഘോഷം ഇവിടെ പൂർത്തിയാകും കേട്ടോ കൂട്ടുകാരെ. ബൈ. അപ്പം നമ്മൾ എല്ലാവരും ഇനി ഷോപ്പിലോട്ട് ഞങ്ങൾ പോവുകയാണ്. അല്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി, അവരൊന്നും ഡ്രസ്സ് മാറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ഓണത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ഞങ്ങളുടെ ചെറിയ ചെറിയ ഡാൻസുകളുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഒപ്പം ചേട്ടനും ഉണ്ടാവും കേട്ടോ. ചേട്ടൻ്റെ ഒരു അതിമനോഹരമായ ഡാൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ ബൈ.